സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം കത്തോലിക്ക ബൈബിളിലും പ്രൊട്ടസ്റ്റന്റ് ബൈബിളിലും പുസ്തകങ്ങളുടെ എണ്ണത്തിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ്. കത്തോലിക്ക ബൈബിളിൽ 73 പുസ്തകങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ പ്രൊട്ടസ്റ്റന്റ് ബൈബിളിൽ 66 പുസ്തകങ്ങൾ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. എന്താണ് ഇങ്ങനെ വരാനുള്ള കാരണം? എന്താണ് ഇതിന് പിന്നിലുള്ള ചരിത്രം? ഇത് നമുക്ക് പരിശോധിക്കാം. നമ്മൾ ചരിത്രത്തിൽ പരിശോധിച്ചാൽ 4-ാം നൂറ്റാണ്ടിലാണ് ആദ്യമായി ബൈബിൾ എന്ന ഒരു ഗ്രന്ഥം ഉണ്ടായത് എന്ന് പറയാം. ഇതിനു മുമ്പ് പല പുസ്തകങ്ങളായിരുന്ന സുവിശേഷങ്ങളും ലേഖനങ്ങളും എല്ലാം പരിശോധിച്ച് ഏതാണ് ആധികാരികമെന്ന് മനസ്സിലാക്കി ഇതിനെയെല്ലാം ഒരുമിച്ച് ചേർത്ത് ക്രോഡീകരിച്ച് കത്തോലിക്ക സഭയാണ് ആദ്യമായി ക്രിസ്തീയ ബൈബിൾ പുറത്തിറക്കിയത്. ഇതിൽ 73 പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ചരിത്രത്തിലെ ആദ്യത്തെ ക്രിസ്ത്യൻ ബൈബിളിൽ 73 പുസ്തകങ്ങളാണ് ഉണ്ടായിരുന്നത്. പിന്നീട് എങ്ങനെയാണ് ഇത് ചില പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ ബൈബിളിൽ 66 പുസ്തകങ്ങളായി മാറിയത്? ഇതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. ഇത് നടക്കുന്നത് 16-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലാണ്. 16-ാം നൂറ്റാണ്ടിൽ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം എന്നൊരു സംഭവം ഉണ്ടായ കാര്യം നിങ്ങൾക്കറിയാമല്ലോ. മാർട്ടിൻ ലൂതർ എന്ന ഒരു ജർമ്മൻ കത്തോലിക്ക പാതിരി അന്ന് നിലവിലുണ്ടായിരുന്ന കത്തോലിക്ക പുരോഹിതന്മാർക്കെതിരെയും സഭാ നേതൃത്വത്തിനെതിരെയും നടത്തിയ ഒരു വിപ്ലവമാണ് ഈ പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ തുടക്കത്തിലേക്ക് വഴിതെളിച്ചത്. ഇതിനുവേണ്ടി അയാൾ തൻ്റേതായ പ്രത്യേക തിയോളജി ഉണ്ടാക്കുകയും ഈ തിയോളജിക്ക് ചേരാത്ത പുസ്തകങ്ങളെല്ലാം ബൈബിളിൽ നിന്ന് തള്ളിപ്പറയുകയും ചെയ്തു. മൊത്തം 10 പുസ്തകങ്ങളാണ് മാർട്ടിൻ ലൂതർ തള്ളിപ്പറഞ്ഞത്. പഴയ നിയമത്തിൽ നിന്ന് 7 പുസ്തകങ്ങളും പുതിയ നിയമത്തിൽ നിന്ന് 3 പുസ്തകങ്ങളും മാർട്ടിൻ ലൂതർ തള്ളിപ്പറഞ്ഞു. പുതിയ നിയമത്തിലെ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം, യാക്കോബിന്റെ ലേഖനം, വെളിപാട് എന്നീ പുസ്തകങ്ങളാണ് മാർട്ടിൻ ലൂതർ തള്ളിയത്. ഇത് തന്റെ പുതിയ ഫെയ്ത്ത് അലോൺ എന്ന തിയോളജിയുമായി ചേർന്ന് പോകാത്തതിനെ തുടർന്നാണ് ഇയാൾ ഈ പുസ്തകങ്ങളെ തള്ളിപ്പറഞ്ഞത്. എന്നാൽ അപ്പോഴും ഈ പുസ്തകങ്ങളെ പൂർണ്ണമായും ബൈബിളിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള ധൈര്യം മാർട്ടിൻ ലൂതറിനുണ്ടായില്ല. പകരം അദ്ദേഹം ഈ 10 പുസ്തകങ്ങളെ ബൈബിളിന്റെ അവസാന ഭാഗത്തേക്ക് മാറ്റി പ്രസിദ്ധീകരിച്ചു. എന്നാൽ പിന്നീട് 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ബൈബിൾ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു പ്രസാധക കമ്പനിയാണ് ഈ പുസ്തകങ്ങൾ ബൈബിളിൽ നിന്ന് നീക്കം ചെയ്യുന്നത്. അവർ അതിന് പ്രധാനപ്പെട്ട കാരണമായി പറഞ്ഞത് ഫണ്ടിങ്ങിന്റെ കുറവാണ്. അതായത് ബൈബിൾ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു യൂറോപ്യൻ സ്ഥാപനമായിരുന്നു ബ്രിട്ടീഷ് ബൈബിൾ സൊസൈറ്റി. ഈ കമ്പനി തങ്ങളുടെ ഫണ്ടിങ്ങിന് കുറവ് നേരിട്ടപ്പോൾ കത്തോലിക്കർ ഡ്യൂട്ടറ കാനോൻ എന്നും പ്രൊട്ടസ്റ്റന്റുകാർ അപ്പോക്രിഫ എന്നും വിളിക്കുന്ന ബൈബിളിലെ പഴയ നിയമത്തിലെ 7 പുസ്തകങ്ങൾ ഒഴിവാക്കി ബൈബിൾ പ്രസിദ്ധീകരിക്കാൻ ആരംഭിച്ചു. ഇന്ന് പ്രൊട്ടസ്റ്റന്റുകാർ ഏറ്റവും ആധികാരികം എന്ന് വിളിക്കുന്ന കിങ് ജെയിംസ് ബൈബിളിൽ പോലും 1885 വരെ 73 പുസ്തകങ്ങളുണ്ടായിരുന്നു. എന്നാൽ 1885 ശേഷം ബ്രിട്ടീഷ് ബൈബിൾ സൊസൈറ്റി പ്രസിദ്ധീകരിച്ച ഒറ്റ കിങ് ജെയിംസ് ബൈബിളിൽ പോലും ഈ 7 പുസ്തകങ്ങളില്ല. പകരം 66 പുസ്തകങ്ങളാണ് ഉള്ളത്. ഇന്ന് പല പ്രൊട്ടസ്റ്റന്റുകാരും കരുതുന്നത് ഈ 7 പുസ്തകങ്ങൾ കത്തോലിക്കർ കൂട്ടിച്ചേർത്തതാണ് എന്നാണ്. എന്നാൽ തങ്ങളുടെ ഏറ്റവും ആധികാരിക വെർഷനായ KJV പോലും 3 നൂറ്റാണ്ട് കാലത്തോളം 73 പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു എന്ന ചരിത്രം പലർക്കും അറിയില്ല. ഇനി 16-ാം നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂതർ ഈ 7 പുസ്തകങ്ങൾ തള്ളിപ്പറയുക മാത്രമല്ല, റോമർ 3:28 എന്ന വാക്യത്തിൽ എലോൺ അഥവാ മാത്രം എന്നുള്ള വാക്ക് കൂട്ടിച്ചേർക്കുക കൂടി ചെയ്തു. എന്നാൽ മാത്രമേ തൻ്റെ ഫെയ്ത്ത് അലോൺ അഥവാ വിശ്വാസം മാത്രം രക്ഷിക്കുന്നു എന്ന സിദ്ധാന്തം ശരിയായി വരുന്നുള്ളൂ എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് മാർട്ടിൻ ലൂതർ ഇത്തരമൊരു കടുങ്കൈ ചെയ്തത്. ഇത് പൗലോസിന് എഴുതിയപ്പോൾ തെറ്റിപ്പോയതാണെന്നും ഈ വാക്കുകൂടി വന്നാലേ അർത്ഥം ശരിയാവൂ എന്നുള്ള ന്യായീകരണം കൂടി മാർട്ടിൻ ലൂതർ ഉന്നയിച്ചു. ഇതെല്ലാം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. മാർട്ടിൻ ലൂതറിനെ നയിച്ചതും പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം ഉണ്ടാക്കിയതും ഏത് തരം ആത്മാവാണ് എന്നുള്ള ചോദ്യം ഉയർത്തുന്ന ചരിത്ര സംഭവങ്ങളാണ് ഇവയെല്ലാം. ഈ 7 പുസ്തകങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സെപ്റ്റജന്റ് എന്ന ഒരു ബൈബിൾ തർജ്ജമയെക്കുറിച്ച് കൂടെ നമുക്ക് പറയേണ്ടതായി വരും. എന്നാൽ അത് ഈ വീഡിയോ നീണ്ടുപോകുന്നതിനാൽ സെപ്റ്റജന്റിനെ കുറിച്ച് വിശദമായി തന്നെ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. നന്ദി.